ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് രാജ്യസഭയിൽ കേരളത്തിൻ്റെ ഈ വയനാട് ദുരന്തം അത് രാജ്യത്തിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ ദുരന്തമായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഒരു വിവരമാണ് വലിയ ഞെട്ടലുളവാക്കുന്നത്. കേരളത്തിന് 7 ദിവസം ഈ ദുരന്തം നടക്കുന്നതിന് 7 ദിവസം മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. പ്രളയ മുന്നറിയിപ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പേ നൽകിയിരുന്നു. കേന്ദ്ര ദുരന്ത നിവാരണ സേനയെ ഒരാഴ്ചയ്ക്ക് മുൻപേ കേരളത്തിലേക്ക് അയച്ചിരുന്നു. കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. ജൂലൈ 23-നാണ് ആദ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. വീണ്ടും 24-നും 25-നും മുന്നറിയിപ്പ് നൽകി. ഇത് കൂടാതെ 26-ന് ശക്തമായ മഴയുണ്ടാകുമെന്നും മണ്ണിടിച്ചിലുണ്ടാകുമെന്നും കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഈ മുന്നറിയിപ്പുകളൊന്നും തന്നെ സംസ്ഥാനം ഒരു മുൻകരുതൽ എടുത്തില്ല. കേരളം എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സംസ്ഥാനം എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഏതായാലും ഈ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഇതിൽ കൂടുതൽ ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലായിരിക്കാം. പക്ഷേ ഈ ഒരു വാർത്ത കാണാതെ പോകുന്നതും ശരിയല്ല. എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുമെന്നും അറിയില്ല. പക്ഷേ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. 7 ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായ ഡേറ്റ് സഹിതം പറഞ്ഞു. ജൂലൈ 23-ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. വീണ്ടും ഈ മുന്നറിയിപ്പ് 24-ാം തീയതിയും 25-ാം തീയതിയും ആവർത്തിക്കുകയായിരുന്നു. 26-ാം തീയതി വീണ്ടും മുന്നറിയിപ്പ് നൽകി ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും മറ്റ് വിവരങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ 2014 മുതൽ നാളിതുവരെ ഈ വിവരങ്ങൾ കൈമാറാനായി 2000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ മുൻകരുതലുകൾ എടുക്കേണ്ടതായിരുന്നു എന്നുകൂടി പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് രാജ്യസഭയിലെ ചർച്ചയിൽ അമിത്ഷാ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.